സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇന്നെത്തിയിരിക്കുന്നത് ആകാശവാണിയിൽ താൽക്കാലിക അവതാരകരുടെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, എല്ലാ കാര്യങ്ങളായിരിക്കും വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി എന്ന ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമല്ലോ. നമ്മൾ ഡേ ബൈ ഡേ എല്ലാ ദിവസവും നമ്മൾ ജോബ് ന്യൂസ് വീഡിയോസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആകാശവാണിയിൽ താൽക്കാലിക അവതാരകൻ ആവാനുള്ള അവസരം അതെന്ന് വെച്ചാൽ ആകാശവാണി നമുക്കറിയാം, ഒരു കാലത്തിൻ്റെ സ്പന്ദനമായിരുന്നു ആകാശവാണി. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, FM-ഉം ആകാശവാണിയൊക്കെ ഇപ്പോഴും കേൾക്കുന്നവരും ഇതാകുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും ആകാശവാണിയിൽ താൽക്കാലിക അവതാരകരുടെ വേക്കൻസി വന്നിട്ടുണ്ട്. കോഴിക്കോട് ആകാശവാണി നിലയത്തിലാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത്. അപേക്ഷകർ കോഴിക്കോട് സ്ഥിരതാമസക്കാർ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതൊരു യോഗ്യതയാണ്. പ്രായം 20 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്കാണ്, ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. മലയാള ഭാഷ പിന്നെ ഉണ്ടായിരിക്കേണ്ട ഡിഗ്രിയും വേണം. പിന്നെ മലയാള ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കാനുള്ള കഴിവ്, അതായത് പ്രക്ഷേപണ യോഗ്യമായിട്ടുള്ള ശബ്ദമായിരിക്കണം. എന്ന് വെച്ചാൽ നല്ല ശബ്ദമായിരിക്കണം. നമുക്കറിയാലോ, ആകാശവാണി ഹക്കിൻകുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ശബ്ദം ഉണ്ടാവാറുണ്ടല്ലോ. അതേമാതിരി ഒരു പ്രക്ഷേപണ യോഗ്യമായിട്ടുള്ള ശബ്ദമായിരിക്കണം. നല്ല ഉച്ചാരണ ശുദ്ധി ഉള്ളവർ ആയിരിക്കണം. അത് നിർബന്ധമാണ്. ഇതൊരു താൽക്കാലികമായിട്ടുള്ളതാണ്, വേക്കൻസിയാണ്. താൽക്കാലിക പാനലിൽ അംഗമാവുന്നവർക്ക് പിന്നീട് ഒരു കാരണവശാലും ഭാവിയിൽ സ്ഥിര നിയമനത്തിന് വേണ്ടിയിട്ട് കേസിന് പോകാനോ ഇടാനൊന്നും പറ്റില്ല. ഇത് താൽക്കാലിക വേക്കൻസി മാത്രമാണ്. ഏത് പരീക്ഷ, ശബ്ദ പരിശോധന, പിന്നെ ഇൻ്റർവ്യൂ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കാം. അപ്ലൈ ചെയ്യാൻ ഫീസ് ഉണ്ട്. GST അടക്കം 354 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഫീസ് 354 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അടയ്ക്കാവുന്നതാണ്. ഇവരുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടുള്ള, അതായത് അവരുടെ കാക്കനാട് ബ്രാഞ്ചിലുള്ള CEPZ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ DD എടുക്കേണ്ടത്. അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് വേണമെങ്കിൽ എഴുതിയെടുക്കുക. നെയിം ഓഫ് ദ അക്കൗണ്ട് PBBC റെമിറ്റൻസ് അക്കൗണ്ട് @SBI. അക്കൗണ്ട് നമ്പർ 1029186492. IFSC കോഡ് SBIN 309485. MICR കോഡ് 68200215. ബ്രാഞ്ച് CEPZ കാക്കനാട്. അതിലേക്കാണ് നിങ്ങൾ DD എടുക്കേണ്ടത് കേട്ടോ. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാൻ ഒരു വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വെള്ളക്കടലാസിൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വെക്കുന്ന ഒരു അപേക്ഷ തയ്യാറാക്കിയാൽ മതി. അതിൽ ഫോൺ നമ്പർ ഉൾപ്പെടുത്തണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, മേൽവിലാസം, അങ്ങനെ എല്ലാവിധ എന്നിവ തെളിയിക്കുന്ന രേഖകളും, അപേക്ഷ ഫീസ് ഓൺലൈനായി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖയും, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇതുണ്ടാവല്ലോ, റെസിപ്റ്റ് ഉണ്ടാവല്ലോ, ആ റെസിപ്റ്റും എല്ലാം സഹിതം കോഴിക്കോട് നിലയത്തിൽ ഫെബ്രുവരി 26, അതായത് ഈ മാസം 20 26-ൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രീതിയിൽ അയക്കേണ്ടതുണ്ട്. അപേക്ഷ അയക്കേണ്ട അഡ്രസ്സാണ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട് 32. ഈ നമ്പറിൽ, ഈ വിലാസത്തിലേക്ക് അയച്ചാൽ മതി. എന്തായാലും ആകാശവാണിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്തായാലും ആകാശവാണിയിലൊക്കെ ജോലി എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണല്ലോ. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുത്തോളൂ. എന്തായാലും ഈ സാലറി എത്രയാണെന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും നല്ല സാലറി തന്നെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ ഡേ ബൈ ഡേ വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങളെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. എന്നാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.